സഹോദരന്മാരെ, നമ്മുടെ യാസിർ ബിൻ ഹംസ വിസ്ഡക്കാരെ വെളുപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അബ്ദുൽ അസീസ് റൈസ് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ. അദ്ദേഹം വലിയ ദാഴിയായ ഒരു ആലിമാണ്. അദ്ദേഹത്തെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വിസ്ഡക്കാരന്റെ നിലപാട് എന്തെന്ന് വെച്ചാൽ, വിസ്ഡക്കാരൻ അവരുടേതായ ഒരു മാസപ്പിറവി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഹിലാൽ വിങ് എന്നൊരു വിങ് ഉണ്ട് അവർക്ക്. ആ വിങ് എന്തിനാന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. അവരിങ്ങനെ ഞങ്ങള് ഓരോ മാസം ഉറപ്പിക്കുന്നുണ്ട്, കാണാൻ ആളെ വിടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് കണ്ടിട്ടും കാര്യമില്ല, കാണാതിരുന്നിട്ടും കാര്യമില്ല. അവർക്ക് അതിൽ പ്രത്യേകിച്ച് റോളില്ല. എന്താ അവര് പറയുന്നത്? ഞങ്ങള് മാസം കാണും, ഉറപ്പിക്കും. ആ കാര്യം ഞങ്ങൾ സ്വന്തം ഉറപ്പിക്കൂല, ഞങ്ങൾ ഇവിടുത്തെ കാളിമാർക്ക് കൈമാറും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബാറ്റൺ നേരെ കാളിമാർക്ക് കൈമാറും. കാളിമാർ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉറപ്പിക്കൂ. ഇതാണ് നമ്മളെ പിലാച്ചേരി അബൂബക്കർ നേരത്തെ ഗ്രൂപ്പിൽ പറഞ്ഞത്. ഇത് അവരുടെ നേതാവായ TK അഷ്റഫും തുറന്നു പറഞ്ഞതാണ്. ഞങ്ങള് മാസം ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, മറിച്ച് ഒരു കസേര ഉണ്ടാക്കാൻ വേണ്ടി തൽക്കാലം ആളെ അക്കമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കസേര വേണമല്ലോ. വലിയ വലിയ ആലിമീങ്ങൾക്കൊക്കെ അബൂബക്കർ സലഫിയെ പോലുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ ഒരു കസേര റെഡിയായി കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു കസേര ഉണ്ടാക്കി വെച്ചാണ്. അതാണ് ഹിലാൽ വിങ് എന്ന് പറയുന്നത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് TK അഷ്റഫും പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഖുബൂരി കാളിമാർക്ക് ദാസ്യപ്പണി ചെയ്യുന്ന പണിയാണ് ഞങ്ങൾക്കുള്ളത്. ഓർക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പണിയെ മാത്രമേ ഉള്ളൂ. ഈ കാളിമാരെ ന്യായീകരിക്കുന്ന ഏർപ്പാടാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ യാസിർ ബിൻ ഹംസ ചെയ്തിട്ടുള്ളത്. യാസിർ ബിൻ ഹംസയോട് വിസ്ഡക്കാരൻ പറഞ്ഞത് നിങ്ങൾ തൽക്കാലം കുനിഞ്ഞു നിൽക്കണം എന്നാ. പക്ഷെ മൂപ്പര് കുനിഞ്ഞു നിൽക്കല്ലേ ചെയ്തത്. രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്ന് പറഞ്ഞതുപോലെ മൂപ്പര് ശയന പ്രദർശനം നടത്താം. കുനിയാനേ പറഞ്ഞിട്ടുള്ളൂ. മൂപ്പര് നിലത്ത് ഉരുണ്ട് പെരണ്ട് കളിക്കാണ് ഇപ്പോ. ഈ മാസപ്പിറവി വിഷയത്തിൽ കാളിമാരെ സപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്. ശയന പ്രദർശനത്തിലെത്തിയിരിക്കുന്നു. ഈ പണിയിലൂടെ കാളിമാരെ ന്യായീകരിക്കുകയും അവർ പറഞ്ഞത് അംഗീകരിക്കണം എന്ന് അബ്ദുൽ അസീസ് റൈസ് പറഞ്ഞിട്ടുണ്ട് എന്ന നിലക്ക് അദ്ദേഹം കൊണ്ടുവന്നുള്ള കളവാണ്. അത് ഞാൻ വിശദീകരിക്കാൻ പോവാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയോടെ സംഭവിച്ച കാര്യം തറിയങ്ങള്, ഇതുവരെ വെന്റിലേറ്ററിലായിരുന്നു നമ്മുടെ ഹിലാൽ വിങ്ങുകാര്, ക്രസന്റ് വിങ്ങുകാര്, ഹിലാൽ കമ്മിറ്റി, ഹിലാൽ കമ്മിറ്റി. ഇതൊന്നും പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതെ ഇങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. യാസിർ ബിൻ ഹംസ വന്നിട്ട് അവരെല്ലാം കൂടി മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു സുഖം ഏതായിരുന്നാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായിരുന്നാലും അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള തെളിവിലേക്കാണ് കടക്കാൻ വന്നത്. ഒന്നാമത് മൂപ്പര് നാട്ടിലെ സൂഫികളായ മശായിഖന്മാരാണ് ഉറപ്പിക്കുന്നതെങ്കിലും അവരെ അംഗീകരിക്കണം എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആരാണ്? അബ്ദുൽ അസീസ് റൈസ്. അദ്ദേഹത്തിന്റെ ഒരു ബയോഡാറ്റയാണ് ഇപ്പൊ ഞാൻ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് സലഫി ഉലമാക്കന്മാർക്കുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളുടെ ഒരു പട തന്നെയാണ്. കുറെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്, അറബിയിലും കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പറയുന്ന ഈ കുബൂരികളുടെ നിലപാടിൽ വളരെ ഉദാസീനമായ നിലപാടുകാരനാണ്. അദ്ദേഹത്തിന് ഇർജാവിന്റെ രോഗമുണ്ട് എന്നും അതേപോലെ തന്നെ ഖവാരിജിയത്തിന്റെ തീവ്രമായ നിലപാടുണ്ട് എന്നും ഒക്കെയുള്ള എതിർപ്പ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ എഴുതിയതിനുള്ള രേഖയാണ് ഞാൻ മേലെ കൊടുത്തത്. അതായത് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല തന്നെ ഇദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു കുമ്പസാരം നടത്തിയതിനുള്ള തെളിവാണ് ഇദ്ദേഹത്തിന്റെ സൈറ്റിൽ നിന്ന് കിട്ടിയാട്ടോ. അതായത് അബ്ദുൽ അസീസ് റൈസ് പറയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ അഅ്തഖിദു അന, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ അബ്ദുൽ അസീസ് ഇബ്നു റൈസ് എന്താ വിശ്വസിക്കുന്നത്? അന്നൽ ഈമാന ഖൗലുൻ വഅമലുൻ വഇതിഖാദുൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ വാക്കും പ്രവൃത്തിയും വിശ്വാസവുമാണ്. യസീദു ബിത്താഅത്തി വയൻഖുസു ബിൽ മഅസിയത്തി. അത് പുണ്യകർമ്മങ്ങളിലൂടെ വർദ്ധിക്കുകയും തിന്മകൾ കൊണ്ട് മഅസിയത്ത് കൊണ്ട് കുറയുകയും ചെയ്യുന്നു. കമാ അലൈഹി അഹ്ലുസുന്ന വൽ ജമാഅ. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ആ വിശ്വാസമാണ് എനിക്കുള്ളത്. വഅതബറഉ മിൻ തരീഖത്തിൽ ഖവാരിജി. ഞാൻ ഖവാരിയാക്കളുടെ വഴിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്, മോചിതനാണ്. അല്ലദീന യുകഫിറൂന ബിൽ കബീറത്തി അല്ലത്തി ദൂന ശിർക്ക്. ശിർക്കിന് താഴെയുള്ള മഹാപാപങ്ങൾ ചെയ്യുന്നവരൊക്കെ കാഫറാകുന്നു എന്ന നിലപാടാണ് ഖവാരിയാക്കളുടെ. ആ വഴിയിൽ നിന്ന് ഞാൻ മുക്തനാണ് എന്ന് അദ്ദേഹം പറയുന്നത്. കമാ തബറഉ മിൻ തരീഖത്തി അൽ മുർജിയത്തി അല്ലദീന യുഖ്രിജൂന അൽ അമല അൻ ഹഖീഖത്തിൽ ഈമാനി. ഈമാന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും അമലുകളെ പുറത്താക്കിയിട്ടുള്ള മുർജിയാക്കളുടെ വഴിയിൽ നിന്നും ഞാൻ മുക്തനാണ്. അപ്പൊ രണ്ട് സൂക്കേട് ഇദ്ദേഹത്തിനുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടു. ഒന്ന് ഖവാരിജിന്റെ തീവ്രവാദമുണ്ട്, അതുപോലെ തന്നെ മുർജിയാക്കളുടെ തെറ്റായ നിലപാടും ഉണ്ട് എന്ന് അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ട്. ആ ആരോപണത്തിൽ നിന്ന് അദ്ദേഹം മുക്തനാണ്, എനിക്കതൊന്നുമില്ല എന്ന് അദ്ദേഹം സമ്മതിക്കാൻ. എന്നിട്ട് പറയുന്നത് എന്താ? ലാ യദുറു മഅൽ ഈമാനി വൽ മഅസിയ. അതായത് മുർജിയാക്കൾ പറയുന്നത് പിന്നെ ഈമാനോട് കൂടി കുറ്റം ചെയ്താൽ, തെറ്റ് ചെയ്താൽ അതുകൊണ്ട് ദോഷമല്ല എന്നാ. ഈമാൻ വേറെ, പിന്നെ അമല് വേറെ. അതുകൊണ്ട് ഈമാനോടുകൂടി തെറ്റ് വന്നാൽ കുഴപ്പമില്ല എന്നൊരു വാദം മുർജിയാക്കൾക്കുണ്ട്. ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എന്ന് അബ്ദുൽ അസീസ് റൈസ് പറയാ. വകുല്ലു മാ ഖുൽതുഹു ഔ കതബ്തുഹു.
ഞാൻ എഴുതിയതും ഞാൻ പറഞ്ഞതുമായ എല്ലതും ഔ നുസിബ ഇലയ്യ അല്ലെങ്കിൽ എന്നിലേക്ക് ചേർക്കപ്പെട്ടതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് മിമ്മാ യുഹാലിഫു ഹാദ ഇപ്പറഞ്ഞ തത്വത്തിന് എതിരായി വല്ലതും ഞാൻ എഴുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ അന റാജിഉൻ അൻഹു ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് ഇൻ ഉജിത അങ്ങനെ ഉണ്ടെങ്കിൽ വ മുൽതസിമും ബിമാ അലൈഹി സലഫുസാലിഹ്യങ്ങളെ ഞാൻ മുറുകെ പിടിക്കുന്നു അഹ്ലുസുന്ന വൽ ജമാ അഹ്ലുസുന്നത്തിനെ ജമാഅത്തിനെ മുന്നിൽ പിടിക്കുന്നു ഫി ഹഖീഖത്തുൽ ഈമാന്റെ കാര്യത്തിൽ അസ്അലുല്ലാഹ അസബാത അലാ ദാലിക ഇലൽ മമാത്ത് മരണം വരെ എനിക്കത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് കിട്ടട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്യണം സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്നാണ് അദ്ദേഹം ഒരു കുമ്പസാരാണ്. ഇത് ആരോടാണ് കുമ്പസാരം എന്നറിയോ? സാലിഹുൽ ഫൗസാൻ ഹഫിളുള്ളയുടെ. ഇനി അദ്ദേഹത്തിന്റെ തൈലീക്കാത്തും ഇദ്ദേഹം തന്നെ കൊടുക്കുന്നുണ്ട്, അത് കാണിച്ചു തരാം. വഹാദ തൈലീഖു ശൈഖിന സാലിഹുൽ ഫൗസാൻ ഹഫിളുള്ളയുടെ തൈലീഖാണ് കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? അൽഹംദുലില്ലാഹ് വബഅദ് ഫഹാദ മാ അഅരിഫുഹു അനി ശൈഖി അബ്ദുൽ അസീസ് ഇബ്നു റൈസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ട് ഇക്കാര്യമാണ്. വലാകിന്നഹു ഖദ് യതവസ്സഉ ഫീ ബഅദിൽ നുഖൂലാത്തി ചില നഖ്ലികൾ ചില ഉദ്ധരണികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹം ചിലപ്പോൾ കുറച്ച് വിശാലത കാണിക്കാറുണ്ട്. അല്ലത്തി ലാ ഹാജത ഇലൈഹ ആവശ്യമില്ലാത്ത കുറെ വിശദീകരണങ്ങളൊക്കെ മൂപ്പര് കൊടുക്കും. ഫഖദ് തകൂനു ലി മുനാസബത്തിൻ ഖാസത്തിൻ പ്രത്യേകമായി ചില സന്ദർഭത്തിലായിരിക്കും അങ്ങനെ വിശാലത കാണിക്കുക അദ്ദേഹം. ഫീ മൗളൂഇഹ അതിന്റെ വിഷയത്തിൽ മിമ്മാ യുസീറു ഹൗലുഹു ശുബ്ഹ അങ്ങനെ വിശദീകരിച്ച് പറയുമ്പോൾ ഒരുപാട് ശുബ്ഹത്തുകൾ അതിനെ ഉയർത്തുന്നുണ്ട്. ഒരുപാട് ശുബ്ഹാത്തുകൾ ഉയർത്തുന്ന വിശദീകരണങ്ങൾ പലപ്പോഴും ആര് കൊടുക്കാറുണ്ട്? അബ്ദുൽ അസീസ് റൈസ് കൊടുക്കാറുണ്ട്. വൽ ആൻ എന്നാൽ ഇപ്പോൾ കഥ സറഹ ബിറുജൂഇഹി അദ്ദേഹം അതിൽ നിന്നൊക്കെ മടങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. ഫഅസ്അലുല്ലാഹ ലീ വലഹു അസ്സബാത എനിക്കും അദ്ദേഹത്തിനും ഉറപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ അള്ളാഹിനോട് ചോദിക്കുന്നു. അഖീദത്ത സലഫിന്റെ അഖീദ പിന്തുടരാൻ ഫീ ഖളിയത്തിൽ ഈമാനി വഗൈരിഹ ഈമാന്റെ കാര്യത്തിലും മറ്റുള്ള വിഷയങ്ങളിലും അഖീദത്തു സലഫ് പിന്തുടർന്നു പോകാൻ എനിക്കും അതിൽ ഉറച്ചു നിൽക്കാൻ എനിക്കും അദ്ദേഹത്തിനും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ എന്ന്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഉണ്ടോ? അപ്പോൾ സാലിഹുൽ ഫൗസാൻ പറഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തഅലീഖിൽ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളിലൊക്കെ ചില തകരാറുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം റുജൂ ആയി എന്ന് അദ്ദേഹവും പറയുന്നു. അപ്പൊ ഇതാണ് അബ്ദുൽ അസീസ് റൈസ് എന്ന് പറഞ്ഞ ആള്. ഇനി ഇദ്ദേഹം തന്നെയാണ് വിസ്ദക്കാരന്റെ ഹിക്കമികളായ ആളുകളൊക്കെ വ്യതിയാനമുള്ളവരാകുന്നു എന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ് فقد سبق وتكلمت على جمعية الحكمة في كيرلا وذلك بعد أن زرت كيرلا قبل 2 تقريبا وتحققت من بعض الأمور وتألمت لذلك وتباحثت مع الشيخ الفاضل عبد العزيز بن محمد الشعلان وكيل وزارة الإسلامية سابقا وكان له تواصل قديم معها. ثم زار الدعاة من كيرلا أخانا الشيخ عبد العزيز الشعلان في مدينة الرياض واجتمعت بهم وكان مما زاره الشيخ عبد اللطيف مدني والشيخ فيصل وناس آخرون لا أعرف أسماءهم. فلما كنا في الجلسة جرى الحديث بيننا ذكرت لهم أن هناك انتقادات من إخواننا عليكم في إضعاف عقيدة الولاء والبراء وأن لكم كلاما لا يصح أن يقال مع الكافرين من ذكر أخوتهم وإلى غير ذلك من تسهيل العداء لهم إلى آخره. وأتيت لهم ببعض الأشياء وكانت باللغة الميديبارية أو بالأردو أو بشيء من اللغة المهم غير لغة العرب. فلما عرضتها عليهم قالوا هذا غريب ولا الترجمة ليست كذا كذا إلى آخره، كثر الكلام حول هذا. قلت عندي رأي، ما رأيكم؟ وكلم الإخوة الذين ينتقدون عليكم أشياء ويكتبون الانتقاد ثم أرسلوا إليكم ثم تجيبون على هذا الانتقاد. فاتفقنا على هذا الأمر وكانوا في الجلسة ينكرون بشدة محبة الكافرين وأنه لا يصح لأحد أن يحبهم بل تجب عداوتهم ويجب بغضهم إلى غير ذلك. ومن تحريم النزاع وهذا جرى في الجلسة وجرى بعد ذلك أن المسلم
قد لا يظهر عداوة الكافرين لضعفه، لكن في المقابل لا يظهر محبتهم، وأن المسلم قد لا يستطيع لضعفه في بلاد الكفر أن يصدع بكثير من مسائل البراء للكفار للمصلحة وللضعف إلى غير ذلك، لكن في المقابل لا يتكلم بالباطل ولا يزعم أن دين الله لا يدعو إلى عدائهم إلى غير ذلك. وبفحوى هذا الكلام جرت اتفاق عليه في الجلسة، ورأيتهم موافقين ومقرين لهذا الأمر. فانفضت الجلسة، ثم فتح الشيخ عبد العزيز بن محمد الشعلان مجموعة في الواتس بيني وبينه وبين الشيخ فيصل والشيخ لطيف، فأصبحنا في المجموعة 4. فأرسلت الإخوة الذين لهم انتقادات على جمعية الحكمة، وكتبوا ما عندهم من انتقادات طويلة في موضوعات متعددة، وابتدأوا بموضوع إضعاف البراء للكافرين، وأن للجميع كلاما في محبة الكافرين وعدم بغضهم، بل ما هو أشد، وأخوتهم بل ما هو أشد من ذلك. فلما أعطاني الإخوة هذه الرسالة أرسلتها في المجموعة، أو أرسلها الشيخ عبد العزيز الشعلان في المجموعة، فقلت انظروا، أو قال لهم الشيخ، بغض النظر قلت أنا أو قال الشيخ، الأمر سهل. فقال أحدنا انظروا إلى هذا الكلام وأرجو أن تراجعوه وأن تنظروا الانتقادات، إن لم تكن صحيحة قولوا غير صحيحة، وإن كانت صحيحة فبينوا لنا وجهة النظر أو الجواب عليه إلى غير ذلك. فأرسلنا هذا الكلام في المجموعة، وجلس الإخوة برهة من الزمن ينظرون في الأمر، ثم بعد ذلك ردوا علينا بكتابة فيما أذكر الآن، وهي عندي لكن أحتاج أن أرجع إليها. فيما أذكر يعني لا أريد أن أحدد صفحة، لكنها في صفحات فوق 20 صفحة و30 صفحة ونحو ذلك. وتعجبت بل صدمت، ومثلي الشيخ الفاضل عبد العزيز الشعلان، فإذا بهم في هذه الكتابة يقررون محبة الكافرين، وأنه يصح محبتهم. أنا لا أتكلم وإياهم في المحبة الطبيعية، هذا خارج البحث. محبة الرجل لزوجه ولأمه ولأبيه محبة طبيعية مع العداء الديني، وإنما يقولون يدعون ويجوزون ويقررون جواز محبة الكافر غير المحبة الطبيعية. ثم لم يجدوا أحدا يستندون على قوله من أهل العلم إلا الشيخ الفاضل الدكتور محمد بازمول، وفقه الله في رسالة له على الولاء والبراء. فلما قرأت هذه الرسالة صعقت، والله العظيم أصدقكم أيها المسلمون أنني تعجبت غاية العجب لأسباب. السبب الأول، هذا خالف ما أنكروا في الجلسة لما كنا مجتمعين في بيت الشيخ الفاضل عبد العزيز الشعلان، وكانوا يقررون خلاف ذلك. فما الذي أصابهم حتى غيروا الكلام وغيروا ما كانوا يقررون في الجلسة؟ السبب الثاني أن هذا مخالف للأدلة الشرعية الواضحة ولكلام العلماء والسلف الكثير في عداء الكافرين من العداء الديني. والسبب الثالث أنهم لم يجدوا أحدا من علمائنا يتكئون على قوله ومن أهل الفضل والخير إلا الشيخ محمد بازمول. لماذا تركوا العلامة ابن باز والعلامة ابن عثيمين والعلامة صالح الفوزان إلى غير من أهل العلم؟ വിസ്ഡം പാർട്ടിക്കാരുടെ ആദർശപരമായ തകരാറുകളെ സംബന്ധിച്ചും വ്യതിയാനങ്ങളെ സംബന്ധിച്ചുമാണ് അബ്ദുൽ അസീസ് റൈസ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ സംക്ഷിപ്തമായ ആശയമാണ് ഞാനിവിടെ പരിഭാഷപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കേരളം സന്ദർശിച്ച സമയത്ത് കേരളത്തിലെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ആളുകളുമായി ഞാൻ സംസാരിക്കുകയുണ്ടായി. ആ സംസാരത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ റിയാദിലെ ഷെയ്ഖ് മുഹമ്മദ് ഷായലാനുമായി ഞാൻ ചർച്ച ചെയ്തു. അദ്ദേഹത്തിനാകട്ടെ ഈ പറയുന്ന വിസ്ഡം ഗ്ലോബൽ മിഷന്റെ ആളുകളുമായി നേരത്തെ തന്നെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കേരളത്തിൽ നിന്നുള്ള ചില പ്രബോധകന്മാര് ഷെയ്ഖ് ഷായലാനെ മദീനത്ത് റിയാദിൽ വെച്ച് സന്ദർശിക്കാൻ വേണ്ടി വന്നത്. ആ സന്ദർഭത്തിൽ ഞാനും അവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നു. ആ സന്ദർശിച്ചവരായ ആളുകളിൽ പ്രധാനി അബ്ദുൽ ലത്തീഫ് മദനി, അതുപോലെ തന്നെ ഷെയ്ഖ് ഫൈസൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫൈസൽ മുസ്ലിയാർ, വൗനാസുൻ ആഖറൂൻ ലാ അരിഫു അസ്മാഉഹും,
വേറെ ചില സഹോദരന്മാരുണ്ട്, അവരുടെ പേരുകളൊന്നും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ദുആത്തിന്റെ സംഘം ഷെയ്ഖ് ഷാലാനെ റിയാദിൽ വെച്ച് സന്ദർശിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ സംസാരത്തിലായിരിക്കെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ നമ്മുടെ ചില സഹോദരന്മാർക്ക് ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് അഖീദയിലെ വലാ ബറാ വിഷയത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തുന്നുണ്ട് എന്നതാണ്. നിങ്ങളുടെ അടുക്കൽ ചില സംസാരങ്ങളുണ്ട്. ആ സംസാരങ്ങളാകട്ടെ കാഫിരീങ്ങളെ കുറിച്ച് ഒരിക്കലും ഒരു മുസ്ലിമിന് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള സംസാരങ്ങളാണ്. അതാകട്ടെ കാഫിരീങ്ങളോടുള്ള ശത്രുതാപരമായ നിലപാടിനെ ലഘൂകരിക്കുന്ന, ലളിതവൽക്കരിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് നിങ്ങൾ അവലംബിക്കുന്നത് എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള വിമർശനം. ഈ വിമർശനത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ അവർക്ക് ചില തെളിവുകൾ ഹാജരാക്കി. അത് മലയാളത്തിലോ ഉറുദുവിലോ ഉള്ള ചില സംഗതികളാണ്, അറബി ഭാഷയിൽ ഉള്ളതായിരുന്നില്ല. ഇക്കാര്യം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, കാലു ഹാദ ഗരീബ് ലാ തർജുമത്തു ഹക്കദ. ഇതിന്റെ തർജുമ, അതിന്റെ വിശദീകരണം, ഇതിന്റെ പരിഭാഷ യഥാർത്ഥത്തിൽ ഇതല്ല, ഇതൊരു വിചിത്രമായ സംഗതിയാകുന്നു എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് നിങ്ങളെ വിമർശിക്കുന്നവരായ സഹോദരന്മാരോടൊന്ന് സംസാരിച്ചുകൂടെ? അവർക്ക് പറയാനുള്ളതായ വിമർശനങ്ങൾ എഴുത്തിലൂടെ നിങ്ങളിലേക്ക് അത് അയച്ചു തരികയും ചെയ്തു കഴിഞ്ഞാൽ ആ വിമർശനങ്ങളോട് നിങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് നൽകിക്കൂടെ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവസാനമായും അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഇത്തിഫാഖുണ്ടായി. ഫത്തഫഖ്ന അലാ ഹാദൽ അംർ. ഇക്കാര്യത്തിൽ ഞങ്ങൾ പരസ്പരം യോജിച്ചു. എന്നാൽ ഈ ഇരുത്തത്തിൽ, ഈ ജിൽസയിൽ യുൻകറൂന ബിശിദ്ദത്തിൻ മഹബ്ബത്തൽ കാഫിരീന, കാഫിരീങ്ങളോട് സ്നേഹബന്ധത്തിൽ വർദ്ധിക്കുക എന്നതിനെ അവർ അങ്ങേയറ്റം ശക്തിയായി നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവരുമായി സ്നേഹത്തിൽ വർദ്ധിക്കുക എന്ന് പറയുന്നത് പാടില്ലാത്തതാണെന്നും മറിച്ച് അവരോട് ശത്രുതയും വിരോധവുമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നും ഒക്കെ ആ ഇരുത്തത്തിൽ അവര് പറയുകയുണ്ടായിട്ടുണ്ട്. ആ സംസാരത്തിനിടയിൽ ബറാഅത്തുൽ കാഫിർ എന്ന് പറയുന്ന മസ്അല, മുസ്ലിമീങ്ങൾ ദുർബലമായിട്ടുള്ള കാഫിർ നാടുകൾ പറയുന്നതിന് ഒരുപക്ഷെ പരിമിതികൾ ഉണ്ടായേക്കാമെങ്കിലും ഒരിക്കലും അള്ളാഹുവിന്റെ ദീൻ അവരോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന നിലയിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. അക്കാര്യമാകട്ടെ അവര് അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് 4 പേർ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് രൂപീകരിക്കപ്പെട്ടു. ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് മദനി അടക്കമുള്ളവരായിരുന്നു ആ 4 ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. 4 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. പിന്നീട് വിമർശകന്മാരായ ആളുകൾ ഈ പറയുന്ന വിസ്ഡം ഗ്ലോബൽ മിഷന്റെ ആളുകൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടങ്ങുന്ന ഒരു എഴുത്ത് ലഭ്യമാവുകയും ആ എഴുത്ത് ഗ്രൂപ്പിൽ ഞാൻ ഫോർവേഡ് ചെയ്തു. അവരാകട്ടെ അവർക്ക് പറയാനുള്ള വിവിധങ്ങളായ വിഷയങ്ങളെ കുറിച്ചുള്ള സുദീർഘമായ ഒരു വിമർശനമാണ് എഴുതിയിട്ടുള്ളത്. അതിൽ അവർ തുടങ്ങിയത് തന്നെ കാഫിരീങ്ങളോടുള്ള ബറാഅ് ദുർബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അക്കാര്യം ഗ്രൂപ്പിലേക്ക് അയക്കപ്പെട്ടു. ഗ്രൂപ്പിന്റെ തലവനായ ഷൈലാനോട് ഈ വിഷയത്തിൽ ശരിതെറ്റുകൾ വിവേചിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി പറയുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം ആ വിമർശനത്തിന് വിസ്ഡത്തിന്റെ ആളുകൾ ഒരു മറുപടി എഴുതി തയ്യാറാക്കി അയച്ചു കൊടുത്തു. അത് കണ്ട് ഞാനും എന്നെ പോലെ തന്നെ ഷെയ്ഖ് ഷൈലാനും അങ്ങേയറ്റം അത്ഭുതപ്പെട്ടു പോയി. ആ മറുപടിയിൽ നിന്നും കാഫിരീങ്ങളുടെ മഹബത്ത് എന്ന് പറയുന്ന സംഗതി ഈ വിസ്ഡത്തിന്റെ ആളുകൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഫീ ഹാദൽ കിതാബി യുഖിറൂന മഹബത്തൽ കാഫിരീൻ, കാഫിരീങ്ങളോടുള്ള മഹബത്ത് അവര് അംഗീകരിക്കുന്നുണ്ട് എന്ന് ഈ കിതാബിലൂടെ മനസ്സിലായി. ഇവിടെ പ്രത്യേകമായി പറയാനുള്ളത് പ്രകൃതിപരമായ സ്നേഹമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതായത് വാപ്പാക്ക് മക്കളോടും മക്കൾക്ക് വാപ്പാനോടും ഉണ്ടാകുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായ ഒരു സ്നേഹമാണ്. അതെല്ലാവർക്കും ഉണ്ടാകും, അത് കാഫറാണെങ്കിലും ഉണ്ടാകും. ആ തരത്തിലുള്ള സ്നേഹമല്ല ഈ വിസ്ഡക്കാരന്റെ കാഫർ സ്നേഹം. മറിച്ച് വഇന്നമാഹും യഖൂലൂന, അവര് പറയുന്നത്, വയദൂന അവർ ക്ഷണിക്കുന്നത്, വയുജവ്വിസൂന അവർ അനുവദനീയമാക്കി തീർക്കുന്നത്, വയുഖിറൂന അവർ അംഗീകരിക്കുന്നത് ജവാസൽ മഹബ്ബത്തിൽ കാഫിരി ഗൈറൽ മഹബ്ബത്തി തബീഇയ്യ, തബഈയായിട്ടുള്ള സ്നേഹത്തിന് അപ്പുറത്ത് കാഫിരിങ്ങളോട് മഹബ്ബത്ത് അനുവദനീയമാകുന്നു എന്നാണ് ആ കത്തിലൂടെ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാകട്ടെ പ്രത്യേകമായ തെളിവുകളൊന്നും അവരുടെ കയ്യിലോട്ട് ഇല്ലതാനും. സുമ്മലം യജിദൂ അഹദൻ യസ്തനിദൂന അലാ ഖൗലിൻ മിൻ അഹ്ലിൽ ഇൽമ്, അഹ്ലുൽ ഇൽമിൽപ്പെട്ട മഹാപണ്ഡിതന്മാരുടെ ഒരാളുടെ വാക്കും അവർക്കതിന് തെളിവില്ല. ഇല്ലാ ഖൗൽ ദക്തൂർ മുഹമ്മദ് ബാസ്മൂൽ, ഡോക്ടർ മഹ്മൂദ് ബാസ്മൂൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന് റിസാലത്തുൽ ബലായി വൽ ബറാ എന്നൊരു കിതാബുണ്ട്. അതിൽ നിന്നുള്ള ഏതാനും ഉദ്ധരണികളല്ലാതെ
ഈ കാഫർ സ്നേഹത്തിന് നമ്മുടെ വിസ്ഡക്കാർക്ക് പ്രത്യേകമായി തെളിവുകളൊന്നും കൊണ്ടുവരാനും കഴിഞ്ഞിട്ടില്ല. ഈ എഴുത്ത് കണ്ട് ഞാൻ അങ്ങേയറ്റം അത്ഭുതപ്പെട്ടു പോയി. ഇതാകട്ടെ ഞങ്ങളുടെ സിറ്റിംഗിൽ എടുത്ത തീരുമാനത്തിന് എതിരായിട്ടുള്ള ഒരു നിലപാടായിരുന്നു. ആ വീഡിയോയിൽ വളരെ വ്യക്തമായും ഈ ഹിക്കമികളായ ആളുകൾ, അതായത് അൽ ഹിക്മ എന്ന് പറഞ്ഞാൽ വിസ്ഡത്തിന്റെ ആളുകൾ, അവർക്ക് അവരുടെ നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അവരുടെ പോക്ക് ശരിയല്ല. കാരണം അവര് പക്ക ഖാഫിരീങ്ങളായ ആളുകളോട് വലാവ് പ്രഖ്യാപിക്കുന്നുണ്ട്, അവരെ സ്റ്റേജിലൊക്കെ വിളിച്ച് കയറ്റി ഇരുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവർക്കുള്ളത് കൊണ്ട് അവര് ഒരുപാട് പോരായ്മകളും പ്രശ്നങ്ങളും ഉള്ളവരാണ്, അവരെ സ്വീകരിക്കാൻ പറ്റൂല എന്നും പറയുന്നുണ്ട്. അപ്പോൾ വിസ്ഡക്കാർക്ക് തീരെ പറ്റാത്ത ഒരു ശൈഖിനെയാണ് മാസപ്പിറവിയുടെ വിഷയത്തിൽ യാസിർ ബിൻ ഹംസ വലിയ കാര്യമാക്കി കോളാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകണമെന്ന് അറിയില്ല. ഏതായിരുന്നാലും നിങ്ങൾ തീർത്തോളി, ഞങ്ങളതിലൊന്നും ഇല്ലട്ടാ. ഞങ്ങൾക്ക് നിങ്ങളെ ഈ പിശാത്തിന്റെ കളിയിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമല്ല. പക്ഷേ ഈ ഹക്കൊക്കെ ഞങ്ങളിവിടെ തുറന്നു പറയും. മനസ്സിലായ നിങ്ങൾക്ക്? ഇതൊക്കെ ഞങ്ങളെ കയ്യിലില്ലാത്ത സാധനങ്ങളൊന്നുമല്ലത്. ഇനി അദ്ദേഹത്തിന്റെ ഫത്വ ഞാൻ വായിച്ചുതരാം കേട്ടോ. യാസിർ ബിൻ ഹംസ ആ ഫത്വയിൽ കാണിച്ചിട്ടുള്ള കള്ളക്കളികൾ, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടി പുറത്തിറങ്ങിയിട്ടുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത, ഇവിടുത്തെ പക്ക മൊയ്ലിയാമാർ പോലും ചെയ്തിട്ടില്ലാത്ത അത്രയും വലിയ കൈക്രിയാണ് ഇയാൾ ഫത്വ ഉദ്ധരിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അബ്ദുൽ അസീസ് റൈസ് എന്തെങ്കിലും ആട്ടെ, ഒരാൾ ഫത്വ ഉദ്ധരിക്കുമ്പോൾ നേരെ വായിക്കണ്ടേ? ആദ്യാവസാനം വായിക്കണ്ടേ? ഇയാൾക്ക് പറ്റിയ ഭാഗം മാത്രം ഇയാൾ വായിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.